ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഷാനവാസിനെ എടുത്തിട്ട് കൊടയുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ഷാനവാസ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വീട്ടുകാരെ പറയുന്ന ആ പ്രവണത, അതിനെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബിന്നിയുമായിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ വഴക്ക്, അതാണ് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയമെന്ന് തോന്നുന്നു. ബിന്നിയുടെ മുഖം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഉറപ്പാണ് ആ വിഷയം തന്നെയാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ വീട്ടിലും ഇതുപോലെ തന്നെയാണോ? ഇല്ല ലാലേട്ടാ, വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല. അത് ശരി, അപ്പോ ഇത് നിങ്ങളുടെ വീടല്ലേ? ആ ചോദ്യത്തിന് ഷാനവാസിന് മറുപടി ഇല്ലാതെയായിപ്പോയി. ലാലേട്ടൻ പറയുന്നുണ്ട്, ഷാനവാസ് ഇനിയൊന്ന് മാറ്റിപ്പിടിക്ക്, ഈ വീട്ടിൽ പോയി പറ, കെട്ടിയോളോട് പറ, ഈ പരിപാടിയൊക്കെ ഇനിയൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി റിലേഷൻസിനെ അതിനകത്ത് ഉൾപ്പെടുത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ്, ലാലേട്ടൻ ഞാൻ ആദ്യം പോയി അങ്ങനെ പറയാറില്ല. അത് ശരി, ഒരാള് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തിരിച്ചു പറയണം എന്ന് പറയുന്ന ആ ന്യായം ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഷാനവാസ് എത്ര പ്രായമുള്ള ആളാണ്, ഫാമിലിയുള്ള ആളാണ്, ജീവിതം കണ്ടയാളാണ്. നിങ്ങൾ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ഞാൻ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എന്നാണ് ഷാനവാസ് പറയുന്നതെങ്കിലും ഫാമിലി വീക്കിൽ ഭാര്യ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ കാണിച്ചു കൂട്ടുന്നത് പോലൊക്കെ തന്നെയാണ് വീട്ടിലും ഇക്ക കാണിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ഭാര്യ കള്ളം പറഞ്ഞതാണോ? ഷാനവാസ് അങ്ങനെ കള്ളം പറഞ്ഞതാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഫാൻസിന് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ ബഹളമായി, തെറിവിളിയായി. അതുകൊണ്ട് നമ്മൾ ഷാനവാസിനെ അങ്ങ് വിടുകയാണ്. അപ്പൊ ഭാര്യ പറഞ്ഞത് കള്ളമാകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് 1-2 വീഡിയോകൾ ചെയ്തപ്പോഴൊക്കെ ഷാനവാസിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, ബിന്നിയും ലക്ഷ്മിയും ഒക്കെയാണ് വെറുതെ ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ എടുത്തിട്ട് കുടഞ്ഞാൽ പോരെ? ഈ പ്രൊമോയിൽ കാണുന്നത് ഷാനവാസിനെ നിർത്തി ലാലേട്ടൻ പൊരിക്കുന്നതാണ്. എന്തിനാണ് ഷാനവാസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഷാനവാസിനെ ഉത്തരം മുട്ടിക്കുകയും വെറുതെ പ്രേക്ഷകരുടെ മുമ്പിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നത്? ഷാനവാസിനോട് ബിഗ് ബോസിന് എന്തോ കലിപ്പുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ തയ്യാറാകുമോ? വെറുതെ ഇരിക്കുന്ന ഷാനവാസിനെ ചൊറിയാൻ വേണ്ടി ചെല്ലുക, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഷാനവാസിനെ തന്തയ്ക്കും തരവഴിക്കും പറയുക. ആ സമയത്ത് ഷാനവാസ് നിന്റെ വീട്ടിൽ പോയി നിന്റെ തന്തയെ പറയുന്നത് വലിയ കാര്യമാണോ എന്നൊക്കെയാണ് ഫാൻസ് ചോദിക്കുന്നത്. മാത്രവുമല്ല, അത്തരത്തിലുള്ള പ്രകടനങ്ങളെയൊക്കെ വളരെ മാസ് പ്രകടനമായിട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ കണക്കാക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ ഫാൻസ് അസോസിയേഷനുകളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നുണ്ട്. നമുക്കിപ്പോ ഒരു ഫാൻസ് അസോസിയേഷനോടും യാതൊരു എതിർപ്പുമില്ല. പക്ഷേ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, തെറ്റും ശരിയും കാണുന്നതിനനുസരിച്ച് വിലയിരുത്തുന്ന ആ ഒരു പ്രവണതയൊന്നും ഫാൻസിലില്ല. ആരാധന തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് തെറ്റ്, എന്തോന്ന് ശരി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വന്ന് ഏകദേശം ഉറപ്പിക്കപ്പെട്ട സമയം മുതൽ തന്നെ ഫാൻസ് അസോസിയേഷനും ആർമിയും എല്ലാം രൂപീകരിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ കളി തുടങ്ങിയില്ല, ബിഗ് ബോസ് ആരംഭിച്ചില്ല, അതിനു മുൻപ് ഫാൻസ് തമ്മിൽ അടി തുടങ്ങി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇതാണ് സീരിയലിലൊക്കെ മുഖം കാണിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത. സീരിയലിനകത്ത് നിറഞ്ഞാടിയ രുദ്രന് ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് അനുമോൾക്കും. അനുമോളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. എന്നാൽ അനുമോള് സീരിയലിലും സ്റ്റാർ മാജിക്കിലും ഒക്കെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് മുൻപ് തന്നെ അനുമോളെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് അനുമോളുടെ ഫാൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇത് ബിഗ് ബോസ് ആണ്. ഇവിടുത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിലയിരുത്ത്. ഓരോ മത്സരാർത്ഥിയെയും ആ രീതിയിൽ നിങ്ങൾ വിലയിരുത്തുകയും അഭിപ്രായം പറയുകയും ചെയ്യും. അങ്ങനെയൊന്നും പറ്റില്ല. രുദ്രൻ ഞങ്ങളുടെ മനസ്സിൽ പണ്ടേ സ്ഥാനം ഉറപ്പിച്ചതാണ്. അതുപോലെ അനുമോളും സ്ഥാനം ഉറപ്പിച്ചു പോയി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും തന്തയ്ക്ക് പറഞ്ഞത് കൊണ്ടോ, മട്ടൻ മോട്ടിച്ചത് കൊണ്ടോ, ഹൽവ പീസ് മോട്ടിച്ചത് കൊണ്ടോ ഒന്നും നമുക്കങ്ങനെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ പണ്ട് മുതലേ അവരെയൊക്കെ പൂവിട്ട് പൂജിക്കുകയാണ് ദൈവങ്ങളെ പോലെ. അപ്പോൾ പിന്നെ അവർക്കെതിരെ സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ? ഉറപ്പായിട്ടും ലാലേട്ടൻ ഇന്ന് കുറേ തെറിവിളി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ആരാധനാമൂർത്തിയെയാണ് നിങ്ങൾ കുത്തി നോവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് തീർച്ചയായിട്ടും മതം പൊട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഷാനവാസിനെ മാത്രമല്ല, അനുമോളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. എന്നാൽ ലക്ഷ്മിയെയോ, ബിന്നിയെയോ, ആര്യനെയോ, ജിസൈലിനെയോ അങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസ് ആക്രമിച്ചാൽ, ലാലേട്ടൻ വഴക്ക് പറഞ്ഞാൽ കാര്യമായിട്ട് പ്രതികരിക്കാനൊന്നും ആരും വരില്ല. കാരണം അവർക്കൊന്നും ഫാൻസ് അസോസിയേഷൻ ഇല്ല. അവരെ ആരും ഇങ്ങനെ മനസ്സിൽ പൂവിട്ട് പൂജിച്ചു കൊണ്ട് നടക്കുന്നുമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എപ്പിസോഡ് വരെ ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കാണുവാൻ വേണ്ടി.